സൈന്യത്തിന് മാത്രം അവകാശപ്പെട്ട ധീരതയുടെ പര്യായമാണ് ശൗര്യ ചക്ര. എന്നാൽ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിന്നുള്ള 14 വയസ്സുകാരനായ ഇർഫാൻ റംസാൻ ഷെയ്ഖ് എന്ന ബാലൻ ഈ പരമോന്നത സമാധാനകാല സൈനിക ബഹുമതി നേടി ചരിത്രത്തിൽ ഇടം പിടിച്ചു. ആയുധധാരികളായ 3 ഭീകരർക്ക് മുന്നിൽ തന്റെ ജീവനോ കുടുംബത്തിന്റെ സുരക്ഷയോ നോക്കാതെ അസാധാരണമായ ധീരതയോടെ പോരാടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ഇർഫാന്റെ കഥ മനുഷ്യന്റെ അന്തിമമായ സഹനശക്തിയുടെയും ധൈര്യത്തിന്റെയും ഉജ്ജ്വലമായ പ്രതീകമാണ്. സംഭവബഹുലമായ ആ രാത്രി 2017 ഒക്ടോബർ 16-നായിരുന്നു. അന്ന് ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ സാദോപോര ഗ്രാമത്തിലെ വീട്ടിൽ പിതാവും പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന റംസാൻ ഷെയ്ഖിനൊപ്പം ഇർഫാൻ ഉണ്ടായിരുന്നു. റംസാൻ ഷെയ്ഖ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുമായി ബന്ധമുള്ള നേതാവായിരുന്നു. രാഷ്ട്രീയ വിരോധം തീർക്കാൻ ലക്ഷ്യമിട്ടാണ് 3 ആയുധധാരികളായ ഭീകരർ ആ രാത്രിയിൽ ഇർഫാന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയത്. വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. AK സീരീസ് റൈഫിളുകളും ഗ്രനേഡുകളും ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന 3 തീവ്രവാദികൾ. എന്നാൽ മരണം മുന്നിൽ കണ്ടിട്ടും ഇർഫാൻ റംസാൻ ഷെയ്ഖ് പതറിയില്ല. ഒരു മടിയും കൂടാതെ ആയുധധാരികളായ ഭീകരരെ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഒരു നിമിഷം ആ കുട്ടിയുടെ ധൈര്യത്തിന് മുന്നിൽ ഭീകരർ പോലും സ്തബ്ധരായി നിന്നുപോയി. ഭീകരർ പ്രതീക്ഷിക്കാത്ത പ്രതിരോധമായിരുന്നു ആ കൗമാരക്കാരനിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നത്. ആദ്യത്തെ ഞെട്ടലിൽ നിന്ന് മുക്തി നേടിയ ഭീകരർ തങ്ങളുടെ ലക്ഷ്യമായ റംസാൻ ഷെയ്ഖിന് നേരെ ആക്രമണം തുടങ്ങി. അതോടെ വീടിനുള്ളിൽ ഒരു വലിയ ഏറ്റുമുട്ടലിന് കാരണമായി. കൗമാരക്കാരനായ ഇർഫാൻ എണ്ണത്തിൽ കുറവും കയ്യിൽ ആയുധങ്ങളില്ലാത്ത അവസ്ഥയിലും തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ തന്നാലാവുന്നത്ര ശക്തിയോടെ ധീരമായി പോരാടി. പ്രായത്തിന് അതീതമായ മനോബലമാണ് ഇർഫാൻ ആ സന്ദർഭത്തിൽ പ്രകടിപ്പിച്ചത്. ഭീകരർ വീടിനുള്ളിലേക്ക് തുരുതുരെ വെടിയുതിർത്തു. വിവേചനരഹിതമായ ഈ വെടിവയ്പിൽ ഇർഫാന്റെ പിതാവായ റംസാൻ ഷെയ്ഖിന് ഗുരുതരമായി പരിക്കേറ്റു. എന്നാൽ ഈ വെടിവയ്പിൽ ഒരു ഭീകരനും പരിക്കേറ്റിരുന്നു. ഈ സമയം തന്റെ ജീവന് ഭീഷണി ഉണ്ടായിട്ടും ഇർഫാൻ എടുത്തുചാടി നടത്തിയ ചെറുത്തുനിൽപ്പ് അവിശ്വസനീയമായിരുന്നു. സ്വന്തം വീട്ടിൽ അതിക്രമിച്ച് കയറിയ ഭീകരർക്കെതിരെ ഒരു കൊച്ചുകുട്ടി നടത്തിയ പോരാട്ടം കണ്ടുനിന്നവർക്ക് പോലും അത്ഭുതമായിരുന്നു. ഏറ്റുമുട്ടൽ കനത്തതോടെ മറ്റു ഭീകരർക്ക് ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ശ്രദ്ധേയമായ ധീരതയുടെ ഒരു പ്രകടനത്തിൽ ഇർഫാൻ ഓടിപ്പോയ ഭീകരരെ വീടിന് പുറത്തും പിന്തുടർന്നു. പരിക്കേറ്റ തങ്ങളുടെ കൂട്ടാളിയുടെ മൃതദേഹം ഉപേക്ഷിക്കാൻ ഭീകരർ നിർബന്ധിതരായി. ഇർഫാന്റെ ഈ അദമ്യമായ ധൈര്യം കൊണ്ടാണ് ആ രാത്രിയിൽ ഒരു ഭീകരന്റെ ജീവൻ നഷ്ടമാവുകയും മറ്റുള്ളവർക്ക് പിന്തിരിഞ്ഞ് ഓടേണ്ടി വരികയും ചെയ്തത്. ഈ പ്രവൃത്തി തന്റെ കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് മുന്നിൽ ഒട്ടും പതറാതെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അചഞ്ചലമായ ഇച്ഛാശക്തിയാണ് അടയാളപ്പെടുത്തുന്നത്. ഈ ഏറ്റുമുട്ടലിൽ റംസാൻ ഷെയ്ഖിന് സാരമായി പരിക്കേറ്റിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇർഫാന്റെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ സംഭവം ഷോപ്പിയാൻ ജില്ലയിൽ വ്യാപകമായി പ്രതിഷേധത്തിന് കാരണമായി. രോക്ഷകുലരായ പ്രതിഷേധക്കാർ ഇർഫാന്റെ വീട് കത്തിച്ചു. അത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സ്വന്തം സ്ഥലത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ നിർബന്ധിതരാക്കി. ഇർഫാന്റെ വീരകൃത്യം വലിയ പ്രശംസകൾക്ക് ഇടയാക്കിയെങ്കിലും അദ്ദേഹത്തിനും കുടുംബത്തിനും വലിയ വില കൊടുക്കേണ്ടി വന്നു. എങ്കിലും 14 വയസ്സുകാരന്റെ ഈ ധീരത അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയില്ല. 2019 മാർച്ചിൽ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ വെച്ച് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിൽ നിന്ന് ഇർഫാന് അഭിമാനകരമായ സമാധാനകാല ധീരത അവാർഡായ ശൗര്യ ചക്ര ലഭിച്ചു. സൈനികരല്ലാത്തവർക്ക് ലഭിക്കുന്ന ഈ ബഹുമതി ഗുരുതരമായ അപകടങ്ങളെ നേരിടുമ്പോഴും അസാധാരണമായ ധീരത പ്രകടിപ്പിച്ചവർക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായ അംഗീകാരമാണ്. ശൗര്യ ചക്ര അവാർഡിനായുള്ള പ്രശസ്ത പത്രികയിൽ ഇർഫാന്റെ പ്രവർത്തനങ്ങളെ ഉചിതമായി വിവരിക്കുന്നുണ്ട്. ഗുരുതരമായ അപകടത്തെ അഭിമുഖീകരിക്കുമ്പോഴും അനിൽകുമാർ എന്ന വ്യക്തി പ്രകടിപ്പിച്ച അസാധാരണമായ ധീരതയും പക്വതയും എടുത്തു കാണിക്കുന്നു എന്നായിരുന്നു അതിലെ ഒരു പരാമർശം. ഒരു സാധാരണക്കാരന്റെ, പ്രത്യേകിച്ച് ഒരു കൗമാരക്കാരന്റെ അപ്രതീക്ഷിതവും അസാധാരണവുമായ ഈ വീര്യം രാജ്യത്തിന് വലിയ പ്രചോദനമായി. അസാധാരണ ധൈര്യത്തിന്റെ ഉടമയായ ഇർഫാൻ റംസാൻ ഷെയ്ഖ് ഇന്ന് തന്റെ രാജ്യത്തെ സേവിക്കാനുള്ള അതിയായ ആഗ്രഹത്താൽ പ്രേരിതനാണ്. പോലീസ് സേനയിൽ ചേരാനും പൗരന്മാരെ സംരക്ഷിക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും ജനങ്ങളോടുള്ള കരുതലും ഈ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാണ്. ഒരു ദുരന്തത്തിന്റെ ഇരയായി മാറിയെങ്കിലും അതേ ദുരന്തമുഖത്ത് നിന്ന് ലഭിച്ച ധീരതയുടെ വെളിച്ചം അദ്ദേഹത്തെ രാജ്യസേവനത്തിലേക്ക് നയിക്കുന്നു. ഇർഫാന്റെ കഥ മനുഷ്യ അനുഭവത്തെ നിർവചിക്കുന്ന അദമ്യമായ ധൈര്യത്തിന്റെയും സഹനശക്തിയുടെയും തെളിവാണ്. കേവലം 14 വയസ്സുള്ളപ്പോൾ തന്റെ കുടുംബത്തിനു വേണ്ടി ആയുധധാരികളുമായി പോരാടാൻ അദ്ദേഹം കാണിച്ച ആർജവം പ്രായം ഒരു ധീരതയ്ക്കും പരിധിയല്ല എന്ന് തെളിയിക്കുന്നു. എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാണ് ഇർഫാന്റെ ജീവിതം. ഇർഫാന്റെ ഈ വീരകൃത്യം ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നേരെയുള്ള ഒരു ശക്തമായ സന്ദേശമായിരുന്നു. സാധാരണ പൗരന്മാരും കുട്ടികളും പോലും ഭീകരതയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്നതിന്റെ പ്രഖ്യാപനമായിരുന്നു അത്. ജമ്മു കാശ്മീരിലെ സാധാരണ ജനതയുടെ ചെറുപ്പുനിൽപ്പിന്റെയും മനക്കരുത്തിന്റെയും ഉത്തമ ഉദാഹരണമായി ഈ സംഭവം മാറി.
ഈ സംഭവം ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ രംഗത്തും വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ഭരണകക്ഷിയായിരുന്ന PDP നേതാവിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇത് താഴേരിയിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തി. ഭീകരതയ്ക്ക് മുന്നിൽ സാധാരണ പൗരന്മാർ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിച്ചു. ഇർഫാൻ റംസാൻ ഷെയ്ഖിന്റെ പേര് ഇന്ന് ജമ്മു കാശ്മീരിലെ യുവതലമുറയ്ക്ക് ഒരു വലിയ പ്രചോദനമാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ ധീരതയോടെ നിലകൊള്ളണമെന്നും സ്വന്തം കുടുംബത്തിനും നാടിനും വേണ്ടി പോരാടണമെന്നും അദ്ദേഹം തെളിയിച്ചു. ഭയത്തെ അതിജീവിച്ച തന്റെ കടമ നിറവേറ്റിയതിലൂടെ ഇർഫാൻ ഒരു ദേശീയ ഹീറോ ആയി മാറി.